അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പം ഞാൻ രാത്രിക്കാണ് അരി കുതിർത്തിയിടുന്നത്. അപ്പം നമുക്ക് നാളെ രാവിലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാ പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി എടുത്ത് നല്ലോണം കഴുകി കുതിരാനായിട്ട് വെച്ചു. അതുപോലെ തന്നെ അതിലേക്ക് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് അളവ് അരിയുടെ അളവും നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം. ചോറ് ഇത്തിരി കൂടുതലിട്ടാൽ നല്ല മയമുള്ള അപ്പം കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുതിരാനായിട്ട് ഇടുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ദേ ഇതുപോലെ ഇരിക്കും. അപ്പം നല്ലോണം അരിയൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരി അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം അരി അരയ്ക്കുമ്പോൾ ഈ കുതിരാനിട്ട വെള്ളം തന്നെ വേണം അരിയിലൊഴിക്കാനായിട്ട്, വേറെ വെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ ഒട്ടും തരിതരികളില്ലാതെ തന്നെ അരച്ചു എടുക്കണം കേട്ടോ. അധികം വെള്ളമായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് പുളിക്കാനായിട്ട് വെക്കാം. ഒരു 1.5 മണിക്കൂർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം പുളിക്കും കേട്ടോ. പുളിച്ച മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങ് ചുട്ടെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാത്രത്തിലും ചുട്ടെടുക്കാം, അല്ല ഇങ്ങനത്തെ പാത്രത്തിലും ചുട്ടെടുക്കാം കേട്ടോ. ഏതാണേലും നല്ല അടിപൊളി അപ്പം നമുക്കിവിടെ കിട്ടുവേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒട്ടും അപ്പം ശരിയാകാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താൽ എന്തായാലും ശരിയായിട്ട് വരുവേ.